ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ജിൽഷാദ് മാമാൻ്റെ കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഓഡിറ്റോറിയത്തിൻ്റെ എൻട്രൻസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ജിൽഷാദ് മാമയും ജിൻസിത്തയും വന്നിരുന്നു. അപ്പോൾ അവളുടെ എൻട്രിയാണ് ഉമ്മച്ചി നേരെ എടുത്തത്. ഇവളുടെ ഡാൻസും ഡ്രസ്സെല്ലാം നല്ല രസമുണ്ടായിരുന്നു, പൊളിച്ചിരുന്നു. ജിൽഷാദ് മാമ നല്ല മൊഞ്ചനായി ഉണ്ടായിരുന്നു, ജിൻസിത്ത നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒക്കെപ്പാടെ നല്ല കളർഫുള്ളായിരുന്നു. ഓഡിറ്റോറിയത്തിൻ്റെ ഫസ്റ്റ് തൊട്ട് സ്റ്റേജ് വരെ കൈകൊട്ടിപ്പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ പോയിണ്ടായിരുന്നത്. കുറേ ഡാൻസ് ചെയ്യണ ചേച്ചിമാർസും പിന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്യണതാണ് ജിൽഷാദ് മാമാൻ്റെ വെഡ്ഡിങ്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ തീർന്നു. ജിൽഷാദ് മാമ ഉമ്മച്ചിയുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇതിൻ്റെ വൈബ് അടിച്ചിട്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുണ്ടാവുമല്ലോ, അടിപൊളിയല്ലേ. ഓഡിറ്റോറിയം ഫുൾ നല്ല കളർഫുള്ളായിരുന്നു, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഡാൻസേഴ്സും നിങ്ങൾ ആ സ്റ്റേജിൻ്റെ മുകളിലുള്ളതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു അത് സെറ്റ് ചെയ്തത് കാണാൻ. പിന്നെ നമ്മളുടെ ഈ പരിപാടി ഫുൾ കോർഡിനേറ്റ് ചെയ്യാൻ ബ്ലാക്ക് ഹെഡ്സും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഡ്രോൺ ഉണ്ടായിരുന്നു, വലിയ വലിയ ക്യാമറാസ് ആയിരുന്നു അവിടെ. സ്റ്റേജിലേക്ക് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിറയെ യൂട്യൂബേഴ്സൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ജിൽഷാദ് മാമ നല്ലൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിന് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ സിംഗേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സലീം കോട്ടത്തൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ ഫേവറേറ്റ് സിംഗറാണ് കേട്ടോ അവർ. ഷിഹാബ് ചോട്ടൂർ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവരെ അറിയില്ലേ, മക്കയ്ക്ക് നടന്നു പോയ ആൾ. വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജിൽഷാദ് മാമനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ പാട്ടുകളും ജിൽഷാദ് മാമ ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ ഒരു വീഡിയോ, എൻ്റെ ജാൻമോണിയുടെ വീഡിയോ ഒരെണ്ണം 38K ആയി ഗൈസ്. എൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് വ്യൂ ആണത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. പിന്നെ അവിടെ കുറേ യൂട്യൂബേഴ്സ് വന്നതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ലെഡ് പൊട്ടി. ഞാനും ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഓരോ ഫങ്ഷൻസിനൊക്കെ പോവല്ലേ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.